വിച്ചു. മഹിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. മുറ്റത്തേക്ക് ഓടിയിറങ്ങിയവൻ വിഷ്ണുവിനെ ഇറുകിപ്പുണർന്നു. കഴിഞ്ഞ പ്രാവശ്യം ആശ്രമത്തിൽ വെച്ച് കണ്ട വിഷ്ണുവിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ പെട്ടെന്നുള്ള ഈ മാറ്റം മഹിയെ അത്ഭുതപ്പെടുത്തി. ഡാ, ഇതൊക്കെ എങ്ങനെ? നീ സുഖപ്പെട്ടിട്ടും അവിടെ നിന്നെ ആരും വിളിച്ചില്ലല്ലോ. എന്നിൽ നിന്നോടൊപ്പം അവകാശമുള്ള ഒരാളവിടെ ഉണ്ടായിരുന്നുവെന്ന് എൻ്റെ ഈ മാറ്റത്തിന് കാരണമായവൾ. എന്നെ കഴിഞ്ഞ 2 മാസം ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചവൾ. മനോനില തെറ്റുമ്പോഴൊക്കെ ഞാൻ അവളിൽ ഏൽപ്പിക്കുന്ന നോവുകളെ ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കുന്ന എൻ്റെ ശ്രീകുട്ടി. ആ പേര് കേട്ടതും മഹിയുടെ കണ്ണുകൾ തിളങ്ങി. മഹി വിഷ്ണുവിനെ ചുറ്റും നോക്കി. നീ നോക്കണ്ട, അവളിപ്പോൾ വന്നിട്ടില്ല. അവളവളുടെ വീട്ടിലേക്ക് പോയി. വിവാഹം കഴിഞ്ഞു. 2 മാസം എന്തോ കള്ളം പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്ന് നിന്നത്. ആ വാർത്തയിൽ മഹിയിൽ പേരറിയാത്തൊരാശ്വാസം പകർന്നു. അതവനിലും ഒരത്ഭുതമായിരുന്നു. ഈ സമയം കൊണ്ട് വേണി എന്ന പെണ്ണ് അവൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചു. ഏതോ മുജ്ജന്മ ബന്ധം പോലെ. അതോ ഇനി താലിയുടെ പവിത്രതയാണോ അവളെ എന്നിലേക്ക് അടുപ്പിക്കുന്നത്? ചിന്തയിലാണ്ട മഹിയെ ഉണർത്തിയത് വിഷ്ണു തന്നെയാണ്. ഡാ മഹി, നിനക്കറിയോ, എൻ്റെ പെങ്ങളിന്ന് സന്തോഷവതിയല്ലടാ. അവളുടെ ഭർത്താവ് അവളെ അകറ്റി നിർത്തിയേക്കുക. നമുക്ക് അവനെ ഒന്ന് കാണണം. എനിക്കൊന്ന് ആലോചിക്കണം, അവനിനി എൻ്റെ പെങ്ങളെ കൊടുക്കണോ വേണ്ടയോ എന്ന്. നീ അവളെ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും വൈകുന്നേരം ഇങ്ങ് എത്തും. അത്താഴം കഴിക്കാൻ എന്തായാലും അവളും ഉണ്ടാവും നമ്മുടെ കൂടെ. മഹിക്ക് എന്തോ താൻ വേണിയോട് ചെയ്തതൊക്കെ ഓർമ്മയിൽ വന്നു. താനും അവളെ അവഗണിച്ചില്ലേ? മറ്റൊരാളെ ഉപദേശിക്കാൻ താൻ അർഹനാണോ? അവൻ്റെ മനസ്സ് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി. എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ, കേക്ക് മുറിക്കണ്ടേ? സുമിത്രാമ്മ പുറത്തേക്ക് വന്ന് എല്ലാവരോടുമായി പറഞ്ഞു. മഹി കേക്ക് മുറിച്ച് ആദ്യത്തെ പീസ് വിഷ്ണുവിന് തന്നെ നൽകി. പിന്നെ വിഷ്ണുവും ഹരിയും മഹിയും അഖിലയും ചേർന്ന് ഉമ്മറത്തിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിരിയും കളികളുമായി കൂടി. എല്ലാവരും ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും ചെയ്യുമ്പോഴും മഹിയുടെ ഉള്ളു മുഴുവൻ വേണിയായിരുന്നു. രാത്രി സുമിത്രാമ്മ വന്ന് എല്ലാവരെയും അത്താഴം കഴിക്കാൻ വിളിച്ചു. മഹിക്ക് വിശപ്പ് തോന്നിയില്ലെങ്കിലും അവരോടൊപ്പം അവനും കൂടി കഴിക്കാനിരുന്നു. അമ്മയ്ക്കൊപ്പം വിളമ്പാമെന്ന ആളെ കണ്ട് മഹിയുടെ കണ്ണ് തള്ളി. അവൻ കണ്ണ് തിരുമ്മി ഒന്നുകൂടി നോക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആമയ്ക്ക് ചിരി പൊട്ടി. ആമയോട് ചിരിക്കണ്ടെന്ന് വിഷ്ണു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അതെ, ഇതവൾ തന്നെ, വേണി, എൻ്റെ വേണി. പക്ഷെ അവൾ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. മഹിക്ക് വല്ലാത്ത നിരാശ തോന്നി. അമ്മ അവളോട് കൂടി ഇരിക്കാൻ പറഞ്ഞപ്പോൾ മഹിയുടെ മുഖമൊന്ന് തിളങ്ങി. മഹി അവനരികിലുള്ള കസേര വേഗം നീക്കി പിന്നിലേക്കിട്ടു. പക്ഷെ വേണി അതൊന്നും ശ്രദ്ധിക്കാതെ വിഷ്ണുവിന് അരികെയുള്ള കസേരയിൽ പോയി സ്ഥാനം ഉറപ്പിച്ചു. വീണ്ടും മഹിയിൽ നിരാശ പടർന്നു. സ്വന്തം ഭർത്താവിന് അരികിലിരിക്കാൻ വയ്യവൾക്ക്. ഒരു പരിചയവുമില്ലാത്ത ആളുടെ അടുത്ത് പോയി ഇരിക്കുന്നത് കണ്ടോ? അവൻ്റെ ഉള്ളിൽ കുശുമ്പും മുളപൊട്ടി. മഹി വീണ്ടും എന്തൊക്കെയോ പെറുപെറുത്തു. ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന വേണിയെ അന്ന് ആദ്യമായിട്ടാണ് മഹി കാണുന്നത്. ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയും ചുണ്ടിന് മുകളിലെ മറുകുമൊക്കെ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ആരുടെയും മനം കവരുന്ന ചിരി. വിഷ്ണുവിനോട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് കണ്ട് മഹിക്ക് നന്നായി ദേഷ്യം വന്നു. വിഷ്ണു ചപ്പാത്തി മുറിച്ച് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് കൂടി കണ്ടപ്പോൾ മഹിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. അവൻ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയതും അവിടെ കൂട്ടച്ചിരി ഉയർന്നു. ഈ ചെറുക്കൻ്റെ കുശുമ്പ് ഇതുവരെ മാറിയിട്ടില്ല. സുമിത്ര മുകളിലേക്ക് നോക്കി പറഞ്ഞു. നിൻ്റെയല്ലേ മോൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീധരൻ അവരെ ഒന്ന് ആക്കി. മത്തൻ കുത്തിയാലേ കുമ്പളം മുളയ്ക്കില്ല. ശ്രീദേവിയമ്മയുടെ കൗണ്ടറടി കേട്ടതും ശ്രീധരൻ തല താഴ്ത്തി. ചിരിയും കളിയുമായി എല്ലാവരും അത്താഴമൊക്കെ കഴിച്ചു പിരിഞ്ഞു. വിഷ്ണു പുറത്തേക്കിറങ്ങിയതും ആകാശം നോക്കി എന്തൊക്കെയോ പെറുപെറുത്ത് ഉമ്മറപ്പടിയിലിരിക്കുന്ന മഹിയെ കണ്ടു. അവന് ചിരി വന്നു. വിച്ചു അവൻ്റെ അടുത്തായിരുന്നു. മഹി അവന് ഒരു മങ്ങിയ ചിരി സമ്മാനിച്ചു. ഡാ മഹി, നിനക്കെൻ്റെ ശ്രീകുട്ടിയെ കാണണ്ടേ? നിൻ്റെ ശ്രീയെ. വിച്ചുവിൻ്റെ സംബോധന മഹിയുടെ ഉള്ളിൽ കനൽ കൂട്ടി. നീ പേടിക്കണ്ടടാ, നിൻ്റെ വേണിയുടെ സ്ഥാനം എൻ്റെ ശ്രീക്ക് വേണ്ട.
അവൻ്റെ മുഖം മങ്ങിയത് കണ്ട് വിച്ചു ചിരി കടിച്ചമർത്തി. എൻ്റെ ശ്രീയേക്കാളും നിനക്ക് ചേരുന്നത് വേണി തന്നെയാണ്. നല്ല കുട്ടിയാ അല്ലേടാ? അത് കേട്ടതും മഹിയുടെ മുഖം പ്രകാശിച്ചു. അവൻ്റെ മനസ്സിലാകെ വേണിയോട് ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴികളും ആ മറുകും കടന്നു വന്നു. മഹി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച് വിച്ചുവിലും സന്തോഷം നിറഞ്ഞു. വേണി എപ്പോഴേക്കും പായസം ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. അവൾ 2 പേർക്കും പായസം കൊടുത്തു. എന്നിട്ട് തിരികെ പോകാൻ ഒരുങ്ങിയതും വിച്ചു അവളെ വിളിച്ചു. മോളെ ശ്രീകുട്ടി, ഈ പായസത്തിന് അല്പം മധുരം കുറവാണല്ലോ. നിനക്കറിയില്ലേ നിന്റെ ദേവേട്ടൻ ഈ മധുരം പോരാന്ന്? ഒരു പ്രത്യേക ഈണത്തിൽ വിച്ചുവിൻ്റെ പറച്ചിൽ കേട്ടതും പായസം മഹിയുടെ നെറുകയിൽ കയറി. മഹി പകച്ചു വേണിയും വിച്ചുവിനെയും മാറി മാറി നോക്കി. മഹിയുടെ ആ ഭാവം കണ്ട് 2 പേർക്കും ചിരിപൊട്ടി. അതെനിക്കറിയാലോ വിച്ചുവേട്ടാ, ദേവേട്ടന് എല്ലാത്തിനും മധുരം കൂടുതലുണ്ടെന്ന്. ചിരി കടിച്ചമർത്തി വേണിയും അതേ ഈണത്തിൽ പറഞ്ഞു. ആ മഹി, ഞാനേ എൻ്റെ ശ്രീകുട്ടിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് എൻ്റെ ശ്രീകുട്ടി, എല്ലാവരുടെയും വേണി, ശ്രാവണി. അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിഷ്ണു പറഞ്ഞതും മഹി 2 കണ്ണും തളിച്ച് അവരെ നോക്കി നിന്നു. നിനക്കറിയോ മഹി, എൻ്റെ ഈ തങ്കം പോലെ ഇരിക്കുന്ന പെങ്ങളൂട്ടിയാണ് ഇവളുടെ കാലമാടൻ ഭർത്താവ് അവഗണിക്കുന്നത്. ഇവളുടെ ആ കോന്തൻ കഴുത ഭർത്താവിനെ കാണാൻ എനിക്കൊന്ന് പോണം. വിച്ചു ചിരി കടിച്ചമർത്തി പറഞ്ഞു. ഹാ, നീ ഇവിടെ ഇരിക്കുവാണോ മഹി? ഞങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ. അതും പറഞ്ഞ് വിഷ്ണുവും വേണിയും ചേർന്ന് അകത്തേക്ക് കയറി. മഹിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു എല്ലാം ഒന്ന് മനസ്സിലാക്കി വരാൻ. സ്ഥലകാല ബോധം വന്നതും മഹി അകത്തേക്ക് ഓടി. എല്ലാവരുടെയും ഒപ്പം നിന്ന വേണിയെ അവൻ കോരിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. മുറിയിലെത്തിയതും അവൻ അവളെ നിലത്ത് നിർത്തി. അവനെ തള്ളിമാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയോ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിട്ട് വാതിൽ കുറ്റിയിട്ടു. മഹി വേണിയെ ഇറുക്കി പുണർന്നു. അവർക്കിടയിൽ കാറ്റുപോലും എത്തിപ്പെടാത്ത അത്രയും ഇറുക്കി. വേണിക്ക് ശ്വാസം മുട്ടിയതും അവൾ അല്പം ബലപ്രയോഗിച്ച് അവനെ അടർത്തി മാറ്റി. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവളെ വല്ലാണ്ട് നോവിപ്പിച്ചു. അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ കണ്ണീര് അവളുടെ അതിരങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്തു. അവൾ അവൻ്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. മഹിക്ക് അവനെ തന്നെ നഷ്ടമായ നിമിഷത്തിൽ അവളുടെ ചുവന്ന അതിരങ്ങൾ അവൻ സ്വന്തമാക്കിയതിനൊപ്പം അവളുടെ ആലില വയറിൽ അവൻ്റെ കൈകൾ മുറുകിയിരുന്നു. ചുംബനത്തിന് ചൂട് കൂടിയതും അവൻ്റെ കൈ അവളിൽ കുസൃതി കാട്ടിത്തുടങ്ങി. അവൾ അവനിൽ അലിഞ്ഞു ചേരാൻ തയ്യാറായി. മഹി അവളിലേക്ക് പടർന്നു കയറി. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ തൻ്റെ സ്നേഹമുദ്രണം പതിപ്പിച്ചു. ആ രാത്രിയിൽ ഏതോ യാമത്തിൽ ശ്രീ അവളുടെ ദേവേട്ടൻ്റെ മാത്രമായി. 6 മാസങ്ങൾക്ക് ശേഷം. ഡാ, ഒന്നുമില്ലെങ്കിലും അവൾ ഒരു ഗർഭിണിയല്ലേടാ? ഇങ്ങനെ ഓരോന്നിനും അവളെ ഓടിക്കുന്നത് ശരിയാണോ? ഇത്ര ക്രൂരത കാണിക്കല്ലേടാ നീ. എന്നെ നീ കൂടുതൽ ഉപദേശിക്കണ്ട. അവൾ എൻ്റെ പെങ്ങൾ കൂടിയാണ്. നീ പിന്നെ വലിയ പുണ്യാളനൊന്നും ചമയണ്ട. നീ ക്രൂരത കാണിച്ചിട്ടല്ലോടാ അവളിപ്പോൾ ഗർഭിണിയായത്. നീ ഇതിനൊക്കെ അനുഭവിക്കൂടാ. മഹി വിഷ്ണുവിന് നേരെ ചെന്നു. നീ എൻ്റെ പെങ്ങളോട് ചെയ്തതിനെല്ലാം ഞാൻ നിൻ്റെ പെങ്ങളോട് പ്രതികാരം ചെയ്യിക്കൂടാ. നോക്കിക്കോ. ഇന്നത്തെ കല്യാണം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം അടുത്ത മാസം അവളെ കൊണ്ട് പച്ചമാങ്ങ തീറ്റിക്കാൻ. എന്നെ ശ്രീകുട്ടി മാവിൽ കയറ്റിയതുപോലെ ആമി നിന്നെയും കയറ്റൂടാ. അതും കണ്ട് എനിക്ക് സംതൃപ്തി അടയണം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവോ ഇന്നെന്താ വിശേഷമെന്ന്? ഇന്നേ വിച്ചുവിൻ്റെ ആമിയുടെയും വിവാഹമാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ് അവരെല്ലാവരും. വിച്ചുവിന് എല്ലാത്തിനും വേണി വേണമായിരുന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് മഹിക്കാണ് ചങ്കിടിപ്പ്. അതിന് കാരണമുണ്ട്. വേണിക്കിത് 3-ാം മാസമാണ്. 2 മാസം മുമ്പ് ഹരിയുടെ വിവാഹം കഴിഞ്ഞു. അമ്മ കാണിച്ചു കൊടുത്ത കുട്ടിയെ മൂപ്പര് കണ്ണും പൂട്ടിയങ്ങ് കെട്ടി. അവിടെയും പച്ചമാങ്ങ തിന്നാനുള്ള എന്തൊക്കെയോ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. മഹിയുടെയും വിഷ്ണുവിൻ്റെയും കൂട്ടുകാരനല്ലേ, അപ്പോൾ ഹരിയും ഒട്ടും മോശമാകാൻ വഴിയില്ല. മുതിർന്നവരുടെ ആശീർവാദത്തോടെ വിച്ചു ആമിയുടെ കഴുത്തിൽ താലി ചാർത്തിയപ്പോൾ ഒരു പെങ്ങളുടെ എല്ലാ അധികാരത്തോടെയും വേണി ഉണ്ടായിരുന്നു അവിടെ. ആമയുടെ നെറുകയിൽ വിച്ചു പ്രണയവർണ്ണം ചാർത്തി അവളെ അവൻ്റെ മാത്രം സ്വന്തമാക്കി. നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരും അവരെ അനുഗ്രഹിച്ചു. ഒപ്പം അങ്ങ് ദൂരെ മറ്റൊരു ലോകത്തിരുന്ന്
തൻ്റെ പ്രണയത്തിൻ്റെ സന്തോഷം കണ്ട് ആഹ്ലാദിക്കുന്ന ഒരുവളുണ്ടായിരുന്നു. വരും ജന്മം നിനക്കായി കാത്തിരിക്കുന്നു. ഇനി ഈ കഥയ്ക്ക് വേണ്ടി കാത്തിരിപ്പില്ല. ഇഷ്ടമെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ.